തൃശൂർ ചിയ്യാർത്ത് വിദ്യാർത്ഥിനിയെ തീവച്ച് കൊലപ്പെടുത്തി. ചിയ്യാരം സ്വദേശിനിയും ബിടെക് വിദ്യാർത്ഥിനിയുമാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ സുഹൃത്ത് വടക്കേക്കാട് സ്വദേശി നിതീഷ് പോലീസ് കസ്റ്റഡിയിൽ. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതക കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീട്ടിൽ കയറിയ പ്രതി പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അഭിറാം ചേരുന്നുണ്ട്. അഭി, എന്താണ് സംഭവം? എപ്പോഴാണ് സംഭവം നടന്നത്? മറ്റ് വിവരങ്ങൾ എന്താണ്? മനു, ഇന്ന് രാവിലെയാണ് നാടിനടുക്കി സംഭവം ഉണ്ടായത്. ഈ പെൺകുട്ടിയെ വീടിനകത്തേക്ക് കടന്നു കയറിയ ഈ പ്രതി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നാട്ടുകാർ പറയുന്നത് പ്രണയാഭ്യർത്ഥന നിരസ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോഴും ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പെൺകുട്ടി ബിടെക് വിദ്യാർത്ഥിനിയാണ്. തൃശ്ശൂരിലെ കോടാലിയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് വിദ്യാർത്ഥിനിയാണ് ഈ കൊല്ലപ്പെട്ട നീതു. ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് നിതീഷാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ നിതീഷ് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും തുടർന്ന് നാട്ടുകാർ തന്നെ ഇയാളെ അവിടെ നിന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇയാൾ വന്ന വാഹനവും മറ്റും പോലീസ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുപ്പിയിൽ വന്ന പെട്രോൾ കുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും തുടർന്ന് പെട്ടെന്ന് തന്നെ തീരുകയുമായിരുന്നു. നാട്ടുകാർ ഈ സംഭവം അറിയുന്നത് ഈ കുട്ടിയുടെ നിലവിളി കേട്ട് മാത്രമാണ് നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞത്. ഇയാൾ എപ്പോൾ വന്നെന്നോ അതിന് മുൻപേ അവിടെ ഉണ്ടായതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നാട്ടുകാർക്കില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ പ്രതി അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു. പക്ഷേ നാട്ടുകാർ അവരെ കൈയോടെ പിടികൂടുകയും ചെയ്തു. ഈ പെൺകുട്ടി അവിടെ മുത്തശ്ശിയോടൊപ്പമാണ് താമസം. നേരത്തെ തന്നെ അച്ഛൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മ 2 വർഷം മുമ്പ് മരണപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു ആ കുട്ടിയുടെ മുത്തശ്ശിയോടൊപ്പമാണ് ഈ കുട്ടി താമസിച്ചു വന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ കൊലപ്പെടുത്തി കടന്നു കയറി ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നാടിനെ ഞെട്ടിച്ച സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രതി വന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബൈക്കിലെത്തുകയും തുടർന്ന് ഒരു കുപ്പിയിൽ പെട്രോളുമായി വരികയും തുടർന്ന് ഈ കുപ്പിയിൽ ഉള്ള പെട്രോൾ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് ഒഴിച്ച് കത്തിക്കുകയുമായിരുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ ഇത്തരം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുമ്പുണ്ടായ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ടതാണ്. പ്രണയം നിരസ്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് സംബന്ധിച്ചൊരു കൃത്യമായ ധാരണ ഇപ്പോൾ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ഈ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നാണ് ഈ പ്രാഥമികമായ നിഗമനവും. ഇയാളെ നേരത്തെ തന്നെ ഈ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും തുടർന്ന് നാട്ടുകാർ ഈ പ്രതിയെ പിടികൂടുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പ്രതിയെ ഇപ്പോൾ പോലീസ് മെഡിക്കൽ ചെക്കപ്പിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ആയിരിക്കും ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും സ്റ്റേഷനിലേക്ക് മറ്റും കൊണ്ടുവരികയും ചെയ്യുക. എന്തായാലും ഈ പ്രതിയും പിടിയിലായിട്ടുണ്ട്. പ്രതി വടക്കേക്കാട് സ്വദേശിയായ നിതീഷാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായി പിടിയിലായിരിക്കുന്നത്. ഇയാൾക്ക് 32 വയസ്സാണ് പ്രായം. ഈ പെൺകുട്ടിക്കാകട്ടെ 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നാടിനെ ഞെട്ടിച്ച സംഭവം വീണ്ടും ആവർത്തിക്കുകയാണ്. ഏതാനും നാളുകളായി ഇത്തരം കൊലപാതകങ്ങൾ വീണ്ടും കേരള മനസ്സാക്കി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ കൈയോടെ പിടിക്കാൻ കഴിഞ്ഞെന്നത് മാത്രമാണ് ഈ കൊലപാതകത്തിൽ ഇപ്പോൾ നിലവിലെ ഏക കാര്യം. ബാക്കി ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിന് കാരണമായത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്ക് ലഭ്യമല്ല. മനു, അഭിറാം, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച്, അതായത് മുത്തശ്ശിയുടെയും കൂടെയായിരുന്നു പെൺകുട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും മുമ്പ് തന്നെ ഇയാൾ ഈ പെൺകുട്ടിയെ തീ കൊളുത്തിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നോ? തീർച്ചയായും മനു, അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ നാട്ടുകാർ ഈ സംഭവം അറിയുന്നത് ഇവിടുന്ന് ആ വീട്ടിലെ നിലവിളിയും മറ്റും കേട്ടാണ്. തുടർന്ന് നാട്ടുകാരെ ഓടി എത്തുമ്പോഴേക്കും പൂർണ്ണമായി തന്നെ തീ കത്തിയിരുന്നു. ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് തീ ആടി പടർന്നിരുന്നു. അതിന് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ നാട്ടുകാർക്കും ഇപ്പോൾ മനസ്സിലായിട്ടില്ല. കാരണം ഈ മുത്തശ്ശിയുടെയും മാനസികാവസ്ഥ ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലുമല്ല. നാട്ടുകാരാകട്ടെ ഈ ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായതായി മനസ്സിലാകാനും കഴിഞ്ഞത്. എന്തായാലും ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പെൺകുട്ടിയുടെ സുഹൃത്താണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതായും മറ്റും നാട്ടുകാർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ എന്ത് കാരണത്താലാണ് അല്ലെങ്കിൽ ഈ പ്രതി ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കൃത്യം നടത്തിയതിനെ സംബന്ധിച്ച് പോലീസ് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ സുഹൃത്താണ് അറസ്റ്റിലായ നിതീഷ് എന്നാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നാട്ടുകാർക്കൊന്നും തന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് തീ ആളി പടരുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പെട്രോൾ ശരീരത്തിലേക്ക് ഒഴിക്കുകയും പെട്ടെന്ന് കത്തിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ പ്രതി വന്ന വാഹനവും പെട്രോൾ കൊണ്ടുവന്ന കുപ്പിയും ആ സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതിയെയും നാട്ടുകാർ തന്നെയാണ് പിടികൂടിയതും. ഈ പ്രതിയെ നാട്ടുകാർ കൈകാര്യം ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്കായി പ്രതിയെ അടിയന്തരമായി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാടിന് നടക്കിയ സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ചെറിയ പ്രദേശമാണ് ഈ ചിയ്യാരം എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്താണ് ഇപ്പോൾ മുഴുവൻ നാട്ടുകാരെ തന്നെ
വല്ലാത്ത ഒരു ഭീകരാവസ്ഥയിലേക്ക് തള്ളിക്കൊണ്ട് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത കൊലപാതകം. ഒരു തരത്തിലും മുൻകൂട്ടി കാണാത്ത രീതിയിൽ പ്രതി വീട്ടിലേക്ക് കടന്നു കയറുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയുമായിരുന്നു ഈ പെൺകുട്ടിയെ. പെൺകുട്ടിയാകട്ടെ ബിടെക് വിദ്യാർത്ഥിനിയാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുട്ടിയാണ്. ഇയാൾക്ക് നേരത്തെ ഈ പ്രതിക്ക് നേരത്തെ തന്നെ പലതരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായും ഇവിടെ ചില നാട്ടുകാർ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും വടക്കേക്കാട് സ്വദേശിയായ നിതീഷാണ് ഇപ്പോൾ ഈ പോലീസ് കസ്റ്റഡിയിൽ ഈ വിഷയത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. മനു, ശരി. അഭിറാമാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചിയ്യാരത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ തീ കൊളുത്തി കൊലപ്പെടുത്തി. ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. ഈ ക്രൂരകൃത്യം ചെയ്ത നിതീഷ് ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട കോഴിക്കോട് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവൻ MP ഒളിക്യാമറയിൽ കുടുങ്ങി. രാഘവൻ കോഴ ആവശ്യപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് ഹോട്ടൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിലാണ് കോഴ ആവശ്യപ്പെട്ടത്. ദില്ലി ആസ്ഥാനമായ കോർട്ടാസ് കൺസൾട്ടൻസിയുടെ പ്രതിനിധികൾ എന്ന പേരിലാണ് ദേശീയ മാധ്യമമായ TV9 ഭാരതവർഷ ചാനലിന്റെ പ്രതിനിധികൾ MK രാഘവനെ കണ്ടത്. കോഴിക്കോട് ഹോട്ടൽ സമുച്ചയം ആരംഭിക്കാൻ സഹായം വേണമെന്നായിരുന്നു ആവശ്യം. സമ്മതമറിയിച്ച രാഘവൻ പ്രതിഫലമായി ചോദിച്ചത് 5 കോടി രൂപ. ഈ തുക ദില്ലിയിലുള്ള തന്റെ സെക്രട്ടറിയുടെ കൈവശം പണമായി തന്നെ എത്തിക്കണമെന്നും MK രാഘവൻ ആവശ്യപ്പെട്ടു. We will provide you around 5 CR. ठीक है ना? Yeah. ठीक है. So you told us that one of your secretaries is there, no, in Delhi. Yeah. They will talk to you. Yeah, you discuss with one secretary. Okay. Write down the number. You discuss with him. Okay, is coming, na? Okay. തെരഞ്ഞെടുപ്പിന് 20 കോടിയിലധികം രൂപ ചെലവ് വരുമെന്നും ഒളിക്യാമറയിൽ രാഘവൻ പറയുന്നുണ്ട്. പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി മദ്യം നൽകാറുണ്ടെന്നും അതിനും തുക വകയെടുത്തിട്ടുണ്ടെന്നും രാഘവൻ പറഞ്ഞു. Voting day. Okay. That day. You provided wine for public. No. We will not supply. Okay. Local workers will manage. Local workers manage. Okay. You pay money. Our local people will give. Okay. I mean, there is a committee. You provide cash and money and then they. Okay. And other expenses, main expenses, and how many expenses in cars and daily. See, we will not provide this thing because local people will. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ ഹൈക്കമാൻഡ് നൽകിയതായും രാഘവൻ ഒളിക്യാമറയിൽ വെളിപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹോട്ടൽ ഇടപാടിൽ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട MK രാഘവനെതിരെ കോഴിക്കോട് വ്യാപക പ്രതിഷേധം. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. രാഘവനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. അതേസമയം ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് MK രാഘവൻ പ്രതികരിച്ചു. വൻകിട ഹോട്ടൽ ഇടപാടിൽ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്നതിനിടെ ഒളിക്യാമറയിൽ കുടുങ്ങിയ MK രാഘവനെതിരെ വ്യാപക പ്രതിഷേധം. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. MK രാഘവൻ MP ആയിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഘവൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അതേസമയം തനിക്കെതിരെയുള്ള വീഡിയോ കെട്ടിച്ചമച്ചതാണെന്ന വാദവുമായി MK രാഘവൻ രംഗത്തെത്തി. അത് എഡിറ്റ് ചെയ്താണ്, കൃത്രിമത്വമായി കാണിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം വ്യക്തിഹത്യ നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അന്ന് സ്ഥാനാർത്ഥിത്വം വിടുകയും എൻ്റെ പബ്ലിക് ലൈഫിനെ അവസാനിക്കും. ഇത് വളരെ ബോധപൂർവം തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭം കണക്കാക്കി ചെയ്തിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അത് നേരിടാൻ എനിക്കറിയാം. ഞാൻ നിയമമാർഗം ഉപയോഗിക്കും, എല്ലാ മാർഗവും ഞാൻ ഉപയോഗിക്കും. രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്ന രാഷ്ട്രീയം. ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MK രാഘവൻ MP സ്ഥാനം രാജിവെക്കണമെന്നും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഒരു വ്യവസായ സംഘവുമായി ചർച്ച നടത്തി വലിയ ഒരു തുക തട്ടിയെടുക്കാൻ രാഘവൻ നടത്തിയ പരിശ്രമം അങ്ങേയറ്റം ഹീനമാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ രാജ്യത്തെ കൊള്ളയടിക്കുന്ന, രാജ്യത്ത് അഴിമതി നടത്തുന്ന ആ പാരമ്പര്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ
ഇനി ഒരു നിമിഷവും MP സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം ഉടൻ തന്നെ പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെക്കണം. കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം. രാഘവന്റെ പേരിൽ ഉചിതമായ സംഘടന അച്ചടക്ക നടപടി സ്വീകരിക്കണം. ഇടവേള. മിൽമ ഐസ്ക്രീം വോട്ടുകഥ brought to you by മിൽമ ഐസ്ക്രീം. മിൽമ ഐസ്ക്രീം, മധുരം സൗഹൃദം. മിൽമ ഐസ്ക്രീം വോട്ടുകഥ brought to you by മിൽമ ഐസ്ക്രീം. മിൽമ ഐസ്ക്രീം, മധുരം സൗഹൃദം. ഇതാണ് ഖുഷി. പ്രായം 20 മാസം മാത്രം. പക്ഷേ അവൾക്ക് പോഷകക്കുറവാണ്. ഈ കുഞ്ഞിന് സഹായം ആവശ്യമാണ്. എന്താ, നിങ്ങൾ സഹായിക്കുമോ? സേവ് ദ ചിൽഡ്രന്റെ ഈ തുടക്കം ഖുഷിയെ പോലുള്ള പോഷകക്കുറവുള്ള കുഞ്ഞുങ്ങളെ ചികിത്സിക്കാനാണ്. പക്ഷേ ഞങ്ങൾക്ക് തനിയെ അത് ചെയ്യാനാകില്ല. നിങ്ങളുടെ സഹായവും ആവശ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. 9870-131-131 വിളിച്ച് പ്രതിമാസം 500 രൂപ സംഭാവന ചെയ്യുക. പ്രതിമാസം നിങ്ങൾ നൽകുന്ന 500 രൂപയ്ക്ക് ഖുഷിയെ പോലുള്ള അനേകം കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കാനാകും. പിന്നെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും. 9870-131-131 വിളിക്കുക. New Axe Dark Temptation, as irresistible as chocolate. ബെസ്റ്റ് വുഡ്. ഇനി വുഡോ പ്ലൈവുഡോ എന്ത്? ബെസ്റ്റ് വുഡ് ഉള്ളപ്പോ. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സ്വർണ്ണമൊക്കെ എടുത്ത് KSFയിൽ വെച്ചേട്ടാ, ഇപ്പൊ മനസമാധാനമുണ്ട്. KSFE ഗോൾഡ് ലോൺ. Brides of India, celebration bridal jewelry by Malabar Gold and Diamonds. Dream your home. മിനാർ ഗ്രൂപ്പ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുമായി നാടിനോടൊപ്പം ജനങ്ങളോടൊപ്പം. മിൽമ ഐസ്ക്രീം, മധുരം സൗഹൃദം. പൊതുതെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രികകൾ പിൻവലിക്കാം. സംസ്ഥാനത്ത് ഇതുവരെ സമർപ്പിക്കപ്പെട്ടത് 154 പത്രികകളാണ്. സംസ്ഥാനത്തെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറക്കിവിട്ടാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞ മാസം 28-ന് ആരംഭിച്ചത്. ഇന്നിപ്പോൾ ആ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് പത്രികാ സമർപ്പണം ഇന്ന് 3 മണിയോടെ അവസാനിക്കുന്നത്. നാളെയാണ് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയായി ജില്ലാ വരണാധികാരിയാണ് സ്ഥാനാർത്ഥികളിൽ നിന്നും പത്രികകൾ സ്വീകരിച്ചത്. ഇതുവരെ ആകെ സമർപ്പിച്ച പത്രികകളുടെ എണ്ണം 154 കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് സമർപ്പിച്ചത് 41 പത്രികകളും. ഇത്തവണ 2,60,00,000 വോട്ടർമാരാകും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഏപ്രിൽ 23-നാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വോട്ടെണ്ണൽ മെയ് 23-നും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിലെന്ന ഇംഗ്ലീഷ് ദിനപത്രം. 2004-ന് സമാനമായ പരാജയം പാർട്ടി നേരിടേണ്ടി വരുമെന്ന് NDA ഘടകകക്ഷികളും BJPയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ട്. അമിത പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട 2004-ലെ വാജ്പേയി സർക്കാർ പരാജയപ്പെട്ടതിന് സമാനമായ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെന്നും തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിലയിരുത്തുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ 2004-ൽ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ രാജ്യത്ത് BJP ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പ്രതിപക്ഷ അനൈക്യവും വാജ്പേയിയുടെ ജനപ്രീതിയും വോട്ട് നേടിത്തരുമെന്ന് BJP കേന്ദ്രങ്ങൾ കരുതി. അന്തരിച്ച BJP നേതാവ് പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രചാരണ തന്ത്രങ്ങളും സജീവമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇടതു പാർട്ടികൾ ശക്തി തെളിയിച്ചു. ഒന്നാം UPA സർക്കാർ അധികാരത്തിലെത്തി. നീണ്ട 10 വർഷം BJP അധികാരത്തിന് പുറത്തായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കാവി പാർട്ടി നേരിടുന്നതെന്ന് ഇംഗ്ലീഷ് ദിനപത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസ് വിലയിരുത്തുന്നു.
2004 സംഭവിച്ചതുപോലെ പരാജയം BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനം. അമിതമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് മോദി വിജയിച്ചതെന്ന തിരിച്ചറിവ് വോട്ടർമാർക്കിടയിലുണ്ട്. RSS BJP ബന്ധം പഴയതുപോലെ ശക്തമല്ല. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങി രാമജന്മഭൂമി പ്രക്ഷോഭകരെ മുഴുവൻ മോദി അമിത്ഷാ വിഭാഗം സീറ്റ് നൽകാതെ ഒതുക്കിയതിൽ RSS തലവൻ മോഹൻ ഭഗവതിനു പോലും എതിർപ്പുണ്ട്. മുന്നറിയിപ്പ് പോലും നൽകാതെ നേതാക്കളെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് മോഹൻ ഭഗവത് BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം RSS പ്രചാരണത്തിൽ ഏകീകരണമില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നോട്ട് നിരോധനം, GST തുടങ്ങിയ മോദിയുടെ നയങ്ങൾ തിരിച്ചടി നൽകിയെന്ന് 2018 സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരായ വൻ ചലനമുണ്ടാക്കും. NDA വിപുലീകരിക്കാനും BJPക്ക് കഴിഞ്ഞിട്ടില്ല. ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി സീറ്റ് വിട്ടു നൽകേണ്ടി വന്നു. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സാന്നിധ്യം ഇപ്പോഴും ശുഷ്കമാണ് എന്നതും പ്രതിസന്ധിയുണ്ടാക്കുന്നു. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നായി 2004 129 സീറ്റിൽ 109 സീറ്റ് UPAക്ക് ലഭിച്ചു. 2019 പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 110 സീറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രതിപക്ഷത്തിന് ലഭിച്ചാൽ BJP അംഗബലം പാർലമെന്റിൽ വീണ്ടും കുറയും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട് UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ കോഴിക്കോട് എത്തിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇരുവരും വിമാനമിറങ്ങിയത്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലേക്ക് എത്തുന്നത്? ഹെലികോപ്റ്റർ മാർഗമാണോ എത്തുന്നത്? റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടോ? ഈ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം 9:30 കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക്, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് പത്രിക സമർപ്പണത്തിനോടനുബന്ധിച്ച് വയനാട്ടിൽ എത്തുന്നുണ്ട്. രാവിലെ 10:00 വയനാട്ടിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന അദ്ദേഹം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും SMJ സ്കൂൾ ഗ്രൗണ്ടിലെ താൽക്കാലിക ഹെലിപ്പാഡിൽ UDF നേതാക്കൾ സ്വീകരിക്കും. ഇതോടൊപ്പം ഒരു റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും നോമിനേഷൻ എന്നാണ് ആദ്യ വിവരം. എന്നാൽ സുരക്ഷാ ചുമതലയുള്ള SPG സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു അവസാന തീരുമാനം ഉണ്ടാവുക. ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. വലിയ UDF പ്രവർത്തകരുടെ വലിയ വരവേൽപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. 2 ആഴ്ചയായി തുടരുന്ന കാത്തിരിപ്പുകൾക്കൊടുവിലാണ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തുന്നത്. ഈ വലിയ സുരക്ഷാ സന്നാഹമാണ് രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തോടനുബന്ധിച്ച് വയനാട്ടിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളാണെങ്കിലും പ്രധാനമായും മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ വലിയ ശക്തമായ സുരക്ഷയാണ്. കൽപ്പറ്റ നഗരം ആകെ പ്രത്യേക സുരക്ഷാ സംഘത്തിന്റെ കീഴിലാണ്. ഏതായാലും ഇപ്പോൾ റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളാണ് UDF ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഷോ നോമിനേഷന് ശേഷം റോഡ് ഷോ നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ UDF അത്തരമൊരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. സുരക്ഷാ സംഘത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഇത്തരം തീരുമാനങ്ങൾ. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി വയനാട്ടിൽ പത്രികാ സമർപ്പണത്തിനായി എത്തുകയാണ്. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നാഷണൽ ക്ലബ്ബിൽ പണം വച്ചുള്ള ചീട്ടുകളെയും വാതുവെപ്പ് നടത്തിയതിന് ശശി തരൂരിന്റെ ഗൺമാൻ വിനോദ് കുമാർ ഉൾപ്പെടെ 38 പേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. റെയ്ഡിനിടെ കണക്കിൽപ്പെടാത്ത രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നാഷണൽ ക്ലബ്ബിൽ പണം വെച്ചുള്ള ചീട്ടുകളിയും വാതുവെപ്പും നടത്തിയതിനാണ് ശശി തരൂർ MPയുടെ ഗൺമാൻ വിനോദ് കുമാർ ഉൾപ്പെടെ 38 പേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റെയ്ഡിനിടെ കണക്കിൽപ്പെടാത്ത രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് പുറകിലുള്ള നാഷണൽ ക്ലബ്ബിൽ ഷാഡോ പോലീസാണ് റെയ്ഡ് നടത്തിയത്. കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. നാളുകളായി ഇവിടെ പണം വെച്ചുള്ള ചീട്ടുകളി നടക്കുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. ബാർ ലൈസൻസ് മാത്രമുള്ള ക്ലബ്ബിൽ പണം വെച്ചുള്ള ചീട്ടുകളിയും വാതുവെപ്പും നടത്തിയെന്ന കുറ്റമാണ് പോലീസ് പിടിയിലായവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. റെയ്ഡുകൾ വ്യാപകമായി തുടരുമെന്ന് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊതുവേദിയിൽ സഭ്യമല്ലാത്ത പദപ്രയോഗവുമായി തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൌണ്ടിലെത്തുമെന്ന മോദിയുടെ വാഗ്ദാനം ന്യായീകരിക്കുന്നതിനാണ് സുരേഷ് ഗോപി രോഷാകുലനായത്. മാർച്ച് 31 കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപി MPയുടെ സഭ്യമല്ലാത്ത പ്രതികരണം. ഇന്ത്യൻ പൗരൻ ഓരോരുത്തന്റെയും
ഓരോരുത്തരുടെയും പേരിൽ 15 ലക്ഷം രൂപ വരെ വെച്ച് പങ്കുവെച്ച് കൊണ്ടുവന്ന് വിടാനുള്ള പണമുണ്ടത് എന്ന് പറഞ്ഞതിന് മോദി ഇപ്പൊ തന്നെ ആ കറവ പശുവിന്റെ നടുവിലേക്ക് തണുത്ത വെള്ളം കോരി ഒഴിച്ച് ചൊരത്തി കറന്ന് അങ്ങ് ഒഴുക്കി അണ്ണാക്കിൽ കൊണ്ട് തള്ളിത്തരുമെന്നാണോ അതിന്റെ അർത്ഥം? ഇത് ഈ ഭാഷയിലെ സംസാരിക്കാൻ പറ്റൂ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പൊതുവേദിയിലായിരുന്നു സുരേഷ് ഗോപി എംപിയുടെ സഭ്യമല്ലാത്ത പദപ്രയോഗമടങ്ങുന്ന വിവാദ പരാമർശം. 15 ലക്ഷം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ന്യായീകരിക്കുന്നതിനിടയിലായിരുന്നു സുരേഷ് ഗോപി എംപി ശോഭിച്ചതും തുടർന്ന് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത പരാമർശം നടത്തിയതും. NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ പരാമർശം വിവാദമായതോടുകൂടി വൻ പ്രതിഷേധമാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. സ്വയം കള്ളൻ എന്ന് വിളിച്ച് അഭിമാനിക്കുന്ന പ്രധാനമന്ത്രിയും ശിങ്കിടികളും ഇന്ത്യയെ കൊള്ളയടിക്കുകയാണെന്ന് VS അച്യുതാനന്ദൻ. കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ വിജയത്തിനായി കടക്കലിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VS. യോഗത്തിനെത്തിയ ജനസഞ്ചയം കടക്കലിൽ ആവേശത്തിന്റെ അലകടൽ തീർത്തു. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ 27 കുറ്റവാളികൾക്ക് സുരക്ഷിതമായ രാജ്യം വിടാൻ മോഡി കാവൽ നിന്നു. ദളിതരെ തല്ലിക്കൊല്ലുന്നവർക്കും ഇതര മതസ്ഥരെ ചുട്ടുകൊല്ലുന്നവർക്കും അദ്ദേഹം കാവൽ നിൽക്കുകയാണ്. ഉലകം ചുറ്റുന്ന വാലിബന് ഇന്ത്യയിലെ കർഷക ആത്മഹത്യകൾ കാണാൻ കഴിയുന്നില്ല. നോട്ട് നിരോധിച്ചും GST കൊണ്ടുവന്നും ജനതയുടെ നട്ടലൊടിക്കുന്നത് കാണുന്നതേയില്ല. സംഘപരിവാർ ശക്തികളെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതിയും ദുഷിച്ച സാമ്പത്തിക നയങ്ങളുമായിരുന്നു. അഴിമതിയുടെ ചെളിക്കുണ്ടിലായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാർ. കൽക്കരി കുംഭകോണം, സ്പെക്ട്രം അഴിമതി, ആദർശ ഫ്ളാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിങ്ങനെ അഴിമതിയുടെ ഘോഷയാത്രയാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നതെന്ന് VS ഓർമ്മപ്പെടുത്തി. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നത്. അഴിമതിയുടെ ചെളിക്കുട്ടിലാഴ്ത്തിയിരുന്ന അന്നത്തെ കേന്ദ്ര സർക്കാർ കൽക്കരി കുംഭകോണം, സ്പെക്ട്രം അഴിമതി, ആദർശ ഫ്ലാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിങ്ങനെ അഴിമതിയുടെ ഘോഷയാത്രയാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നത്. അധികാരത്തിലെത്തിയാൽ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ വീതം ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നും പെട്രോളിന്റെ വില 50 രൂപയിൽ പിടിച്ചു നിർത്തുമെന്നും ഓരോ വർഷവും 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനങ്ങൾ. വാഗ്ദാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഗുണ്ടായിരുന്നു എന്നാണ് കേരളത്തിലെ BJP അധ്യക്ഷൻ പരസ്യമായി പറഞ്ഞത്. BJPക്ക് കൊള്ളയടിക്കാൻ ലൈസൻസ് നൽകുന്നത് RSS ആണ്. അവർക്ക് ഒരാവശ്യമേ ഉള്ളൂ, ഇന്ത്യയെ ഹിന്ദു സവർണാധിപത്യ രാഷ്ട്രമാക്കണം. VS കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. MK രാഘവനെതിരായ കോഴ ആരോപണം വളരെ ഗൌരവമേറിയ സംഭവമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നുവെന്നാണോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്? അതായത് വളരെ ഗൌരവമേറിയ സംഭവമാണ്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടും എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? മനു, MK രാഘവൻ കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 തലത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ കാണുന്നത്. ഒന്ന്, പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഉപയോഗിക്കാവുന്ന പരമാവധി തുക 70 ലക്ഷം രൂപയാണെന്നിരിക്കെ സ്ട്രിംഗ് ഓപ്പറേഷനിലെത്തിയ റിപ്പോർട്ടറോട് 20 കോടി രൂപയാണ് മണ്ഡലത്തിൽ ചെലവാക്കേണ്ടതുള്ളത് എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിൽ പണമിടപാടുകൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നുള്ളതിന്റെ സമഗ്രമായ ഒരു രൂപവും MK രാഘവൻ മാധ്യമത്തിനോട് പറയുന്നുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്മേലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. തീർച്ചയായും ലെസ്ലിയിലേക്ക് ഞാൻ എത്താം. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെയാണ്, വാർത്ത തന്നെയാണ്. കാരണം കോഴിക്കോട് ഹോട്ടൽ സമുച്ചയം പണി കഴിപ്പിക്കാൻ വേണ്ടിയുള്ള കൺസൾട്ടൻസി എന്ന രീതിയിൽ സമീപിച്ച മാധ്യമ സംഘത്തോടാണ് കോഴിക്കോട് നിലവിലെ UDF MP ആയ MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇത് തന്റെ ദില്ലിയിലെ സെക്രട്ടറിക്ക് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏകദേശം 20 കോടിയോളം രൂപ
ചിലവുണ്ട്, പ്രവർത്തകർക്ക് മദ്യമടക്കമുള്ള കാര്യങ്ങൾ നൽകണം, ഇത് നേരിട്ട് പൈസയായിട്ട് തന്നെ ക്യാഷ് ആയിട്ട് തന്നെ കൈമാറണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമായ ഒരു വാർത്ത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് എത്തി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ UDF-നെയും കോൺഗ്രസിനെയും ഒന്നടങ്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ വാർത്ത പുറത്തേക്ക് ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വരുന്നത്. NV ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ബാലു, ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നിലവിലെ MP-യും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായ MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണോ ഇവിടെ കോൺഗ്രസും UDF-ഉം? മനു, തീർച്ചയായും കോൺഗ്രസ് MK രാഘവൻ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം അല്ല ഇത് എന്നാണ് അത് സൂചിപ്പിക്കാനുള്ളത്. പ്രധാനമായും കോൺഗ്രസിനെ തന്നെ ഇത് ബാധിക്കുന്ന ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് അധികം തുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ ചെലവഴിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 20 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഗൗരവമായ പ്രശ്നം 2 കോടി രൂപ കോൺഗ്രസ് നേതൃത്വം തനിക്ക് തന്നിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. 2 കോടി രൂപ ഒരു ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിക്ക് 2 കോടി രൂപ വീതം കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 കോടിയോളം രൂപയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം ഇന്ത്യയിൽ ചെലവഴിച്ചതെന്നാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഇത് അതുകൊണ്ട് തന്നെ MK രാഘവൻ കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ MK രാഘവൻ കോൾ ചോദിച്ചു എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. അതിനപ്പുറത്തേക്ക് വലിയ തലത്തിൽ കോൺഗ്രസിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വെളിപ്പെടുത്തലും ഈ സ്റ്റിംഗ് ഓപ്പറേഷനും മാറിയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഏതായാലും MK രാഘവനെ സംബന്ധിച്ചിടത്തോളം 20 കോടി രൂപയാണ് 15 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിന് വേണ്ടി 20 കോടി രൂപയാണ് MK രാഘവൻ ചോദിച്ചിരിക്കുന്നത്. 20 കോടി രൂപ നൽകി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പ്രാദേശികവാസികളുടെയും എതിർപ്പ് ഒഴിവാക്കി കൊടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം 20 കോടി രൂപ വിലപേശിയ അവസരം 5 കോടി രൂപയിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ TV9 ചാനൽ അവതാരകൻ കരാർ ഉറപ്പിക്കുകയായിരുന്നു. 5 കോടി രൂപ തരാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. 5 കോടി രൂപ തന്റെ സെക്രട്ടറി ഏൽപ്പിക്കണമെന്നാണ് MK രാഘവൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വ്യക്തമായും ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ക്യാമറയിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തെളിഞ്ഞു കേൾക്കാവുന്നതാണ്. അദ്ദേഹത്തിന് ദില്ലിയിലെ വീട്ടിൽ വെച്ചാണ് ഇത്തരം ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്നതെന്നും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് CPIM നേതൃത്വത്തിലുള്ള വൻ ഗൂഢാലോചനയാണ് ഇതെന്ന് എന്ന ആരോപണമാണ് MK രാഘവൻ ഇതിനെ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും CPIM നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയാണെങ്കിൽ ദില്ലിയിൽ ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു എന്ന് സംബന്ധിച്ചുള്ള പല ചോദ്യങ്ങൾക്കും അധികം മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറോട് അതിന്റെ വിശദാംശങ്ങളും വിവരങ്ങളും ആരാഞ്ഞിരിക്കുന്നു, റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീ എളമരം കരീം ചേരുന്നുണ്ട് നമ്മോടൊപ്പം പ്രതികരിക്കാനായി. ശ്രീ എളമരം കരീം, CPIM-ന്റെ ഗൂഢാലോചനയാണ് ഈ പുറത്തു വന്ന സ്ട്രിംഗ് ഓപ്പറേഷൻ എന്നാണ് ഇപ്പോൾ ശ്രീ MK രാഘവൻ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു വാദത്തെ കണക്കിലെടുക്കാൻ വേണ്ടി കഴിയുക? അതായത് ഈ TV9 പുറത്തുവിട്ട വാർത്തകളോട് പ്രതികരിക്കാൻ സത്യസന്ധമായി പ്രതികരിച്ചുകൊണ്ട് തന്റെ ന്യായം പറയാൻ കഴിയാത്തതുകൊണ്ട് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന നിലയിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. യഥാർത്ഥത്തിൽ ഇത് രാഘവന്റെ മാത്രം പ്രശ്നമല്ല. TV9 ചാനൽ ഒരു 15-ലേറെ കോൺഗ്രസ് MP-മാരും നേതാക്കന്മാരുമായി സംസാരിച്ച വിവരങ്ങൾ ഇതിനകം യൂട്യൂബിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് രാഘവൻ. കേരളത്തിലെ കോൺഗ്രസ് MP-മാരും നേതാക്കന്മാരുമായവരിൽ എന്തിന് രാഘവനെ മാത്രം തെരഞ്ഞുപിടിച്ചു എന്ന കാര്യം അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. അദ്ദേഹം 10 കൊല്ലക്കാലം MP-ആയി നടത്തിയ പ്രവർത്തനത്തിനിടയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആളാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സമീപിച്ചത്. ഇദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല ഇത്തരം ആരോപണത്തിൽ കുടുങ്ങുന്നത്. കണ്ണൂർ ആസ്ഥാനമായി അഗ്രികോ എന്ന ഒരു സഹകരണ സംഘം ഉണ്ടാക്കി സംസ്ഥാന സർക്കാരിന്റെയും വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെയും കോടിക്കണക്കിന് പണം തട്ടിയെടുത്തത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുണ്ട്. ആ സ്ഥാപനത്തിനായി ഇറക്കുമതി ചെയ്ത മെഷീനറിക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് നൽകിയത് ആ മെഷീനറി ഉപയോഗിക്കാത്തത് മൂലം തിരിച്ചടക്കണമെന്ന് കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ട് അടയ്ക്കാത്തതുകൊണ്ട് റവന്യൂ റിക്കവറി നടപടിക്ക് വിധേയനാണ് ഇദ്ദേഹം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് TV സംഘം അദ്ദേഹത്തെ സമീപിക്കുന്നത്.
അതിൽ അദ്ദേഹത്തിന്റെ സംഭാഷണം വളരെ ക്ലിയറാണ്, അദ്ദേഹത്തിന്റെ ചിത്രം ക്ലിയറാണ്, അവർ വീട്ടിലെത്തിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പിന്നെ സംഭാഷണം മാത്രം തന്റേതല്ലെന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടാനുള്ള ഒളിച്ചോട്ടമാണ്. അദ്ദേഹം ഉടനെ തന്നെ MP സ്ഥാനം രാജിവെക്കണം. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം. അതായത് നമ്മൾ NK രാഘവനിൽ മാത്രം ഒതുക്കി നിൽക്കാതെ ശ്രീ എളമരം കരീം, അതായത് 2 കോടി രൂപ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തനിക്ക് നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് എത്ര പണം ഇവിടെ ഒഴുക്കിയിട്ടുണ്ടാകാം? ആ പണത്തിന്റെയൊക്കെ സോഴ്സ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാൻ കഴിയും? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ നമുക്ക് മുന്നിലേക്ക് വരുന്നില്ലേ? അതായത് 2 കോടി മുതൽ 5 കോടി വരെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നു. 2 കോടി എന്തായാലും കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമായി എത്ര പണം കോൺഗ്രസ് കൊടുക്കണം? ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ് അവർ സംഭരിക്കുന്നത്? ഇതെല്ലാം അക്കൗണ്ടഡ് മണിയാണോ, പണമായിട്ടാണ് നൽകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. കള്ളപ്പണം എത്രമാത്രം സ്വരൂപിച്ചിട്ടുണ്ടാവും? ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് BJPയും കോൺഗ്രസും കാലാകാലമായി തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ആ പണത്തിന്റെ കുത്തൊഴുക്കാണ് കാണുന്നത്. ഈ അഴിമതിക്കെതിരായി ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ടറൽ ഓഫീസറും ശക്തമായ നടപടി സ്വീകരിക്കണം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഇതുപോലൊരു വിഷയം ഉയർന്നു വരുമ്പോൾ തീർച്ചയായും ഇതിനെ അവർ പറയുന്നത് ഇത് നിങ്ങൾ കൊണ്ടുവന്ന ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ശക്തമായ പിന്തുണയാണ് MK രാഘവന് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ രാഷ്ട്രീയപരമായ ഇടപെടൽ LDFന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ എങ്ങനെ നേരിടും? അതായത് ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് വളരെ രാഷ്ട്രീയമായ രീതിയിൽ തന്നെ ഇതിലേക്ക് ഇറങ്ങാനാണോ LDF തീരുമാനം? ഇന്നലെ തന്നെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ ജനങ്ങൾ പ്രകടനവും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇന്നത് കൂടുതൽ ശക്തിപ്പെടും. അതിന്റെ പുറമെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും പരാതി കൊടുക്കുകയാണെന്ന്. ആ പരാതി പേപ്പർ കുറെ തയ്യാറായി ഉടനെ നൽകുന്നതാണ്. നിയമപരമായും ജനങ്ങളുടെ പ്രതിഷേധമായും ഈ പ്രശ്നത്തിനെതിരായി രംഗത്ത് വരും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എളമരം കരീം ഞങ്ങളോട് പ്രതികരിച്ചതിന് ഈ തിരക്കുള്ള സമയത്തും. ബാലു, ഇതാണ് സാഹചര്യം. അതായത് അവരിപ്പോൾ പറയുന്നത് ഈ ഗൂഢാലോചന ഇതൊരു ഗൂഢാലോചനയാണ്, അതിന് പിന്നിൽ CPIM ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും നാം കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു നേരത്തെ ഇപ്പോൾ എളമരം പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയപരമായ പ്രതിരോധത്തിന്റെ വലിയൊരു സാഹചര്യം LDFന് മുന്നിലേക്ക് വരികയാണോ? അത്തരത്തിലുള്ള നടപടികളാണോ ഒരു പക്ഷേ LDFൽ നിന്നും ഇനി കാണാൻ പോകുന്നത്? അതിന്റെ ഭാഗമായിട്ടാണോ ഇന്നലെ വലിയ പ്രതിഷേധങ്ങളടക്കം കോഴിക്കോട് നമ്മൾ കണ്ടത്? മനു, LDFന്റെയോ കേരളത്തിലെ CPIMന്റെയോ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയാണ് എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഈ സംഭവം. കാരണം ഇത് MK രാഘവനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള TV9 എന്ന ഹിന്ദി ചാനലിന്റെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നില്ല. കോൺഗ്രസിലെ നിരവധി MP 15ഓളം MPമാരെ അവർ കാണുകയും സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും TV9 അവതാരകരും TV9 ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഇത്രയും കാശ് എവിടെ നിന്ന് വരുന്നു എന്നൊരു അന്വേഷണമായിരുന്നു അവർ നടത്തിയിരുന്നത്. സാധാരണ ഇലക്ഷന് വേണ്ടി ചെലവഴിക്കുന്ന തുകയേക്കാൾ വൻ തുകകളാണ് MPമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസും ചെലവഴിക്കുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളായി അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും തുക സമാഹരിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യവും അവതാരകരും അതോടൊപ്പം തന്നെ TV9 ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു TV9 ഇത്തരം ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ കോൺഗ്രസ് MPമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നടത്തിയത്. അതിൽ കേരളത്തിൽ നിന്ന് MK രാഘവൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരും ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം MK രാഘവന്റെ പേര് കൂടി ഉൾപ്പെട്ടതോടു കൂടിയാണ് കേരളത്തിൽ ഇത് വിവാദമാകുകയും ചർച്ചയാകുകയും ചെയ്തത്. അതോടൊപ്പം മറ്റ് MPമാരുമായി ബന്ധപ്പെട്ട കേസുകളും വാർത്തകളും ഒക്കെ ദേശീയ തലത്തിൽ ചെറിയ തോതിൽ ചർച്ചകളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു CPIMന്റെ MK രാഘവനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CPIMന്റെ ഗൂഢാലോചനയാണ് എന്ന് ഒരിക്കലും ഇത് സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് MK രാഘവൻ 20 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിന് വേണ്ടി ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇലക്ഷനിൽ ഏകദേശം 20 കോടി രൂപയോളം ചെലവ് വരും. പ്രവർത്തകർക്ക് മദ്യം വാങ്ങി കൊടുക്കണം, അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഫ്ലെക്സ് അടിക്കണം, പ്രിന്റിംഗ് ചെലവ് ഒരുപാട് വരും. അങ്ങനെ ഏകദേശം 20 കോടിയോളം രൂപ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്രയും തുക 20 കോടി രൂപയോളം ചെലവുണ്ട് എന്ന് MP ആയ MK രാഘവൻ
പറയുമ്പോൾ ഇത്രയും തുക അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുകയാണ്. ഇത്രയും തുക അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യവുമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടേണ്ട ഒരു പ്രശ്നം. അതോടൊപ്പം ഒരു നിമിഷം, ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. എം കെ രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. ഒരു മണ്ഡലത്തിൽ 20 കോടി രൂപ വേണം തെരഞ്ഞെടുപ്പിന് എന്നാണ് അദ്ദേഹം പറയുന്നത്. 5 കോടിയോളം രൂപ ഹൈക്കമാൻഡ് തരാം എന്ന് ഏറ്റിട്ടുണ്ട്. 2 കോടിയോളം രൂപ ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ ഇത്രയധികം പണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കോഴ ആവശ്യപ്പെടുന്നത്. സത്യത്തിൽ കേരളം ഞെട്ടിത്തെറിച്ചു പോകുന്ന കണക്കുകളാണ് ഒരു UDF സ്ഥാനാർത്ഥിയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എന്താണ് താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഒന്ന്, അതീവ ഗുരുതരമായ അഴിമതിയാണ് ക്യാമറ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. കോഴിക്കോട് 10 വർഷം MP ആയ, ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ MK രാഘവനെതിരെ TV9 ഭാരതവർഷ എന്ന ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. കോൺഗ്രസ് ഓരോ മണ്ഡലത്തിലും കള്ളപ്പണം എങ്ങനെ ഒഴുക്കുന്നു എന്നുള്ളത് കൂടി ഇതിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്ന തുക എത്രയെന്ന് ഇവിടെ MK രാഘവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 20 കോടിയാണ്. 20 കോടി. കേരളത്തിൽ അല്ല, ഇന്ത്യയിലാകെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഹൈക്കമാൻഡ് 20 കോടി രൂപ നൽകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് വളരെ ഗൗരവമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ 15 ഏക്കർ സ്ഥലമെടുക്കാൻ MP ഇടനിലക്കാരനായി നിൽക്കണമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 5 കോടി രൂപയാണ് രാഘവന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഘം വാഗ്ദാനം ചെയ്തത്. ഇത് തന്റെ ഡൽഹിയിലെ ഓഫീസ് സെക്രട്ടറി ഏൽപ്പിക്കണമെന്നും പണം ക്യാഷായി മതിയെന്നും രാഘവൻ പറയുന്ന വിവരങ്ങൾ ഇതിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. തന്റെ കഴിഞ്ഞ ഇലക്ഷനിൽ 20 കോടി രൂപയാണ് തനിക്ക് ചെലവായത്. പ്രവർത്തകർക്ക് മദ്യം ഉൾപ്പെടെ നൽകാനുള്ള വൻ ചിലവുകൾ ഉണ്ടെന്നും രാഘവൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഘവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്ക് 53 ലക്ഷം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈക്കമാൻഡ് നൽകിയത് 20 കോടിയല്ല, 2 കോടിയാണ്. അതിലൊരു തിരുത്തുണ്ട്. 2 കോടി രൂപ ഹൈക്കമാൻഡ് നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ ഹൈക്കമാൻഡ് 2 കോടി നൽകുകയാണെങ്കിൽ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തുകയും ഇന്ത്യയിലാകെയും ഹൈക്കമാൻഡ് കോൺഗ്രസ് മത്സരിക്കുന്നവർക്ക് നൽകുന്ന തുക എത്രയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് കള്ളപ്പണമാണ്. BJPയും കോൺഗ്രസും കള്ളപ്പണക്കാരുടെ തണലിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ജനാധിപത്യത്തിന് മുകളിൽ പണാധിപത്യം എന്ന അവരുടെ കാഴ്ചപ്പാടാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശ്രീ MK രാഘവനാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഈ കോഴിക്കോട് പല ഭൂമി ഇടപാടുകളിലും ബ്രോക്കറായി നിന്നിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം ഇതോടുകൂടി ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ശ്രീ MK രാഘവൻ ബ്രോക്കറായി ഇവിടെ നടത്തിയിട്ടുള്ള MP പദവി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മുഴുവൻ ഇടനില ഇടപാടുകളും തട്ടിപ്പുകളും അന്വേഷിക്കേണ്ടതുണ്ട്. ഞങ്ങൾ LDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിന്ന് പരാതി നൽകാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോഴിക്കോട് പാർലമെന്റ് കമ്മിറ്റി പരാതി നൽകുന്നതായി. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ ഈ MK രാഘവൻ നടത്തിയിട്ടുള്ള ഇത്തരം തട്ടിപ്പുകളും ജനങ്ങൾ വിശ്വസിച്ച് MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ സ്ഥാനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും പുറത്ത് വരേണ്ടതുണ്ട്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഒരു പരിചയവുമില്ലാത്ത ഒരു ഉത്തരേന്ത്യൻ സംഘത്തിന് മുന്നിൽ ഒറ്റ ഇരുപ്പിന് 5 കോടി രൂപയുടെ ഡീൽ ഉറപ്പിച്ചുവെങ്കിൽ ഈ കാലയളവിൽ, ഈ 10 വർഷ കാലയളവിൽ എത്രയെത്ര ഡീലുകളായിരിക്കും ഇദ്ദേഹം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതൊക്കെ വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ശ്രീ MK രാഘവൻ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ രാഘവന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ ശ്രീ MK രാഘവൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളും അന്വേഷിക്കേണ്ടതുണ്ട്. മദ്യത്തിന് വേണ്ടി ചെലവഴിച്ച തുകയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച തുകയും ഒക്കെ അദ്ദേഹം ഇവിടെ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണുവാനിടയായി. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു വീഡിയോ ഇപ്പൊ ഫേസ്ബുക്കിൽ UDFിലെ എല്ലാവരുമില്ല, UDFിലെ വലിയൊരു വിഭാഗം അദ്ദേഹത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പണം പറ്റിയ UDFിലെ ചിലർ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ വീഡിയോ അവിടെ ശ്രീ മുഹമ്മദ് റിയാസ്, MK രാഘവൻ എന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഇതിന് മറുപടി പറയേണ്ടത്. പ്രത്യേകിച്ചും
രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉൾപ്പെടുന്ന ഹൈക്കമാൻഡ് കൂടി മറുപടി പറയേണ്ട ഒരു സാഹചര്യമില്ലേ? കാരണം അവർ 2 കോടി രൂപ ഒരു മണ്ഡലത്തിലേക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് വരുന്നു, അതിന്റെ സ്രോതസ് എന്താണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കോഴിക്കോടിനപ്പുറത്തേക്ക് രാജ്യം മുഴുവൻ അവരുടെ മുന്നിലേക്ക് വരുന്നില്ലേ ശ്രീ മുഹമ്മദ് റിയാസ്? തീർച്ചയായും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒരു മണ്ഡലത്തിൽ ഹൈക്കമാൻഡ് നൽകി ശ്രീ രാഘവൻ നൽകിയെന്ന് രാഘവൻ വെളിപ്പെടുത്തിയ 2 കോടിയാണെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഹൈക്കമാൻഡ് നൽകിയ തുക നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കോടികളാണ്. ഇത് ഈ രാജ്യത്തെ കള്ളപ്പണമാണ്, ഈ രാജ്യത്തെ അഴിമതി പണമാണ്, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പാവപ്പെട്ടവന്റെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന കോർപ്പറേറ്റുകളിൽ നിന്നും വാങ്ങിയ പണമാണ്. ഇത് ഒരു കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്താകെയുള്ള കോൺഗ്രസ് BJP എടുക്കുന്ന സമീപനങ്ങളുടെ പ്രശ്നമാണ്. ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഹൈക്കമാൻഡ് ഇന്ന് വരെ ഇതിനെതിരെ ശബ്ദിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്നലെ ഇവിടെ എത്തി, അദ്ദേഹം മിണ്ടിയിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പത്രക്കാർ ഇതിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹം മിണ്ടിയിട്ടില്ല. എന്നാൽ എത്ര കാലം ഇവർക്ക് മിണ്ടാതെ നടക്കാൻ വേണ്ടി പറ്റും? ഇതിനെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം പറഞ്ഞു പോകേണ്ടി വരും. ചില ചാനലുകൾ ഇത് വാർത്തയാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ ചാനലുകളുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്നലെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങി നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ശ്രീ MK രാഘവനെതിരെയുള്ള ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വന്നു. കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ കോഡ് പ്രവർത്തനം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന സ്ഥിതി ഈ മണ്ഡലത്തിലുണ്ടായി. കോൺഗ്രസിൽ ആത്മാഭിമാനമുള്ള, കോൺഗ്രസിൽ വളരെ ജനാധിപത്യത്തെ വിശാലമായി കാണുന്ന, അതിനെ വലിയ വില നൽകുന്ന പ്രവർത്തകർ MK രാഘവനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗിലുള്ളവർ തിരിഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ശ്രീ MK രാഘവൻ നടത്തിയിട്ടുള്ള ഇടപാട് കേവലം കോഴിക്കോട്ടെ മാത്രമല്ല, ഇന്ത്യയിലെ കോൺഗ്രസ് BJPയുടെ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ശ്രീ MK രാഘവനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് MK രാഘവൻ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതും ഒക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പരാതി ഇപ്പോൾ നൽകാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ശ്രീ മുഹമ്മദ് റിയാസ്, അതായത് ഇത് നിങ്ങൾ നടത്തിയ ഗൂഢാലോചനയാണ്, അതായത് CPIM-ഉം LDF-ഉം ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ ഈ വിവാദം എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന അവർ പറയുന്ന കാര്യം. എനിക്ക് മനസ്സിലാകാത്തത് CPIM-ഉം TV9-ഉം തമ്മിൽ എന്താണ് ബന്ധമെന്നാണ്. വെറും ദുർബലമായ വാദം എന്നതിനപ്പുറത്തേക്ക് അതിനെ മറ്റു രീതിയിൽ കാണേണ്ട ഒരു സാഹചര്യം LDF-നും CPM-നും മുമ്പിലുണ്ടോ? അത് ഒക്കെ അദ്ദേഹം ഇപ്പൊ വേറെ ഒരു നിവൃത്തിയില്ല എന്നിട്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ പോലും വിശ്വസിക്കുന്നില്ല, അവർ പോലും ഇത് വിശ്വസിക്കാത്ത സ്ഥിതിയാണ്. അദ്ദേഹത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കുകൊള്ളുന്ന പത്രങ്ങളിലൊക്കെ നോക്കിയാൽ ഫോട്ടോയിലുള്ള നേതാക്കന്മാർ പോലും ഇതിൽ അദ്ദേഹം പണം പറ്റിയിട്ടുണ്ട് എന്ന അഭിപ്രായമുള്ളവരാണ്. അവർ തന്നെ അത് പരസ്യമായി പറയുന്നുണ്ട്. ആദ്യം അദ്ദേഹം ഇത് സ്വന്തം കൂടെ നടക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ നോക്ക്. അവർ പോലും വിശ്വസിക്കാത്തൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ ഇത് സ്വീകരിക്കുക? ജനങ്ങളെ സംബന്ധിച്ചിടത്ത് വ്യക്തമാണ്, ഇത് ആദ്യത്തെ സംഭവമല്ല. അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള ഒരു അഴിമതി പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുക, ഗ്രീൻകോ അഴിമതി. അപ്പൊ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് വെട്ടിപ്പ് നടത്തുകയും പുറത്ത് പ്രതിച്ഛായുണ്ടാക്കി ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം വലതുപക്ഷ രാഷ്ട്രീയക്കാരെ തുറന്നു കാണിക്കാൻ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമായി ഇത് മാറിയിരിക്കുകയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് അധികാരമില്ലാത്ത സമയത്താണ് ഒരു മണ്ഡലത്തിലേക്ക് 2 കോടി രൂപ കൊടുക്കുന്നത്. അപ്പോൾ അധികാരമുള്ള സമയത്തേക്കൊക്കെ ഒരു പക്ഷേ പോയി കഴിഞ്ഞാൽ വലിയ വലിയ കണക്കുകളും കഥകളും പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ പണമൊക്കെ കോൺഗ്രസിൽ എങ്ങനെ കിട്ടുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇടതുപക്ഷത്തിന്റെ അംഗബലമുള്ളപ്പോൾ കോൺഗ്രസ് ശ്രമിച്ച് പരാജയപ്പെട്ടൊരു കാര്യമായിരുന്നു 1ാം UPA സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം സ്വകാര്യ എണ്ണ കമ്പനി ഏൽപ്പിക്കൽ. എന്നാൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം 2009 കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന്റെ ഭാഗമായി സംഘടിതമായി ആസൂത്രിതമായി കുറച്ചതിന് ശേഷം 2ാം UPA ഗവൺമെന്റ് വന്നപ്പോൾ 2010 ജൂൺ 25 പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം പെട്രോളിയം വകുപ്പിൽ നിന്നും എടുത്തുമാറ്റി തോന്നിയതുപോലെ വില കൂട്ടാൻ സ്വകാര്യ എണ്ണ കമ്പനി ഏൽപ്പിച്ചു കൊടുത്തു. അതിന് കിട്ടിയ ഇടനില പണമാണ്, അതിന് കിട്ടിയ ലാഭമാണ് കോൺഗ്രസ് ഇതുപോലെ ഉപയോഗിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് BJP-യും കോൺഗ്രസിന്റെയും നയത്തിന്റെ ഭാഗമായി സ്വന്തം ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് കാരണമായി മാറുമ്പോൾ ആ തീരുമാനമെടുത്തതിന് BJP-ക്കും കോൺഗ്രസിനും കോടികളാണ് സ്വകാര്യ എണ്ണ കമ്പനികൾ നൽകിയത്, കോടികൾ. ആ കോടികളാണ് ഈ രാഘവന്മാർ ഇവിടെ പാവപ്പെട്ട ജനങ്ങളെ വോട്ട് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, മദ്യം വിളമ്പാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, മറ്റ് എല്ലാ വൃത്തികേടുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് വലതുപക്ഷ ജീർണതകൾ പിടിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
നന്ദി ശ്രീ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. ഏതായാലും വളരെ നിർണായകമായ ഏറ്റവും ഗൗരവമുള്ള വാർത്ത തന്നെയാണ് എം കെ രാഘവനുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നത്. അതിന്റെ തുടർച്ചയായി വലിയ പ്രതിഷേധങ്ങൾ LDF-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. കോൺഗ്രസും എം കെ രാഘവനും UDF-ഉം വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അടക്കം പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. കാരണം ഒരു മണ്ഡലത്തിൽ 2 കോടി രൂപ ഹൈക്കമാൻഡ് നൽകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മറ്റു മണ്ഡലങ്ങളിലടക്കം രാജ്യത്തെ മുഴുവൻ മണ്ഡലം കണക്കിലെടുക്കുകയാണെങ്കിൽ എത്ര രൂപയായിരിക്കും, എത്ര തുകയായിരിക്കും അവർ നൽകുക? അതിന്റെ കണക്ക് എവിടുന്നാണ്? അതിന്റെ സ്രോതസ് എന്താണ്? മറുപടികൾ ഒരുപാട് പറയേണ്ടി വരും. വളരെ വേഗം ഇതിലേക്ക് തന്നെ തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.